പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നാട്യം മണപ്പുറത്ത് പ്രശസ്തയായിട്ടുള്ള ഒരു കലാകാരിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് രണ്ട് വാക്കുകൾ പറയുന്നത്. അതായത് നാട്യ മണപ്പുറത്തിൻ്റെ നാടക, സീരിയൽ, ചലച്ചിത്ര രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രശസ്തയായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുനീറ എന്ന കലാകാരിയെക്കുറിച്ചാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല, കാരണം അവരെക്കുറിച്ച് വർഷങ്ങളായി തന്നെ ഈ എല്ലാ വിഭാഗം ജനങ്ങളുടെ മനസ്സിലും ഇടം നേടിയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു പ്രശസ്തിയായിട്ടുള്ള കലാകാരിയാണ്. സത്യം പറഞ്ഞാൽ നാട്യ മണപ്പുറത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു കലാകാരിയാണ്. നാടകത്തിലൂടെ വളർന്ന് ടെലിസിനിമയിലൂടെ വീണ്ടും തുടർന്നു സിനിമയിലെത്തി നിൽക്കുകയാണ്. ഒരുപാട് സീരിയലുകളും ചലച്ചിത്രങ്ങളിലും നാടകങ്ങളിലും അഭിനയിച്ച് അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ കുഞ്ഞാമിന എന്ന ടെലിസിനിമയിൽ ആദ്യമായിട്ട് ഞാൻ ക്ഷണിച്ചത്, അങ്ങനെയാണ് അവരെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയത്. പക്ഷേ അതിനുശേഷമാണ് ഞാൻ അറിയുന്നത്, കരുവന്നൂർ എട്ടുവിന പ്രദേശത്ത് കലാരംഗത്ത് അവിടെ ഹാസ്യനടനായി അറിയപ്പെടുന്ന കൊച്ചു എന്ന ഒരു കലാകാരൻ്റെ മകൾ കൂടിയാണ് ഈ മുനീറ. അപ്പോൾ പിതാവിലൂടെ പ്രോത്സാഹനം കിട്ടി വളർന്നു വന്ന ഒരു കലാകാരി കൂടിയാണ് മുനീറ. അവർ മലപ്പുറത്തെ ഈ കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലും കൂടി പ്രവർത്തിക്കുന്നവരാണ്. അഭിനയത്തോടൊപ്പം വളരെ നല്ല ഒരു ഗായികയോടിയായ മുനീറ ശരിക്കും പറഞ്ഞാൽ കിട്ടേണ്ട അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയെന്ന് സംശയമാണ് എനിക്ക്. കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അത് ആ കഥാപാത്രത്തിൻ്റെ തന്മയത്വത്തോടുകൂടി വളരെ ഭംഗിയായി ആ കഥാപാത്രമായി മാറി അവരതിൽ അഭിനയിക്കുന്ന എൻ്റെ അനുഭവമാണ്. എൻ്റെ കുഞ്ഞാമിന എന്ന കഥയിലെ കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു കഥാപാത്രമാണ്. ഞാൻ കൊടുത്ത ആ കഥാപാത്രത്തെ അതേപടി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞതായിട്ട് എൻ്റെ അനുഭവമാണ്. അതുപോലെ ഒട്ടനവധി സീരിയലുകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അഹങ്കാരം എന്ന രോഗമില്ലാത്ത നാട്യ മണപ്പുറത്തെ കലാകാരിയായിട്ടുള്ള മുനീറ, അവരെ ഭർത്താവ് മുഹമ്മദ്, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികളെല്ലാം കൂടി ഇപ്പോൾ അവർ ഖത്തറിലാണെങ്കിലും പ്രവർത്തനരംഗം അവർ വിട്ടുപോയിട്ടില്ല. അവിടെയും കലാരംഗങ്ങളിൽ വളരെ സജീവമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള വെച്ചാൽ അവരുടെ കഴിവുകൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന അവസരങ്ങൾ കിട്ടാൻ തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരൻ കൂടിയാണ് ഞാൻ. കാരണം അവർ നാട്യ മണപ്പുറത്തിനും എന്നെ അഭിമാനമാണെങ്കിൽ തന്നെ അവരിലൂടെ വളർന്നു വരേണ്ട പല സാഹചര്യങ്ങളിലും അവർക്കത് കഴിയാത്തൊരവസ്ഥ വന്നുപോയിട്ടുണ്ട്. കാരണം അത്തരം വളർന്നു വരുന്ന കലാകാരികളെ അല്ലെങ്കിൽ കലാകാരന്മാരെ വളർത്തിയെടുക്കേണ്ടത് നമ്മളെ മണപ്പുറത്തിൻ്റെ കലാരംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. പക്ഷെ അതിലെ കൂടെ അവർ വളരാനുള്ള അവസരങ്ങൾ ഇനിയുണ്ട്. ഇനിയും അവസരങ്ങൾ തേടിയെത്താം. പത്തേമാരി മമ്മൂട്ടിയോടൊപ്പം പത്തേമാരി വരെ അവർ അഭിനയിച്ചു. ഒരുപാട് അതുകൂടാതെ തന്നെ പല ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള എൻ്റെ സ്വന്തം സഹോദരി, ഞാൻ സ്വന്തം സഹോദരിയെ പോലെ തന്നെ പരിചയപ്പെട്ട നാൾ മുതൽ അവരെ ഏറെ സ്നേഹിക്കുന്നു. അവരിലെ നന്മയും സ്നേഹവും കാരുണ്യവും കണ്ടറിഞ്ഞവനാണ് ഞാൻ. കാരണം അവരെ സംബന്ധിച്ച് അവർക്കുള്ള പ്രത്യേകത, അവരുമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ, അവരുമായി അടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ അകന്നു പോയില്ല. അകന്നു പോണവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സുള്ള ഒരു നല്ല കലാകാരിയാണ് മുനീറ. ആ മുനീറ ഇവിടെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കലാരംഗത്തുള്ളവരുടെ അത്യാവശ്യമാണ്. നമ്മളവർക്ക് അവസരങ്ങൾ കൊടുക്കണം. അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർക്ക് തീർച്ചയായും കഴിയും. ആ രംഗത്ത് വിജയിക്കാനുള്ളൊരു കഴിവുള്ള കുട്ടിയാണ്. എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ വിജയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവരെ കഴിവുകൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാനുള്ള ബന്ധങ്ങളുണ്ട്. മാത്രമല്ല ഒരുപാട് ജനങ്ങളായിട്ട് സ്നേഹം പങ്കിടുന്ന
അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സ്വന്തം സഹോദരിയായി ഞാൻ എന്നും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മുനീറ. അവർ പ്രിയപ്പെട്ട രണ്ട് എഴുത്തുകാരി ഞങ്ങളുടെ നാട്ടിലുണ്ട്, സജന ഷാജഹാൻ, ദയ എടുത്തിരുത്തി. ഇവരൊക്കെയാണ് മുനീറയുടെ അടുത്ത കൂട്ടുകാരികൾ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. അവർ അർഹതപ്പെട്ട ഒരു മണപ്പുറത്തിൻ്റെ തന്നെ എല്ലാ അവർ ജനിച്ചു വളർന്ന കരുവന്നൂർ എട്ടുമല ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ അവരെ ഒരുപാട് ഇഷ്ടവും സ്നേഹവുമാണ്. ആ സ്നേഹത്തിൻ്റെ മുന്നിൽ ഇനിയും അവർ ഒരുപാട് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.